ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഒരു നല്ല മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. കിളികളൊക്കെ വന്ന് ഞാൻ കുറച്ച് പൊടിയേരി ഇട്ട് കൊടുത്തായിരുന്നു. അതൊക്കെ കിളികൾ കൊത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു ചായ വെക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ അതിന് മുമ്പ് രാവിലെ ചപ്പാത്തി ഗ്രീൻ പീസ് വേണം. എന്നാൽ പിന്നെ കുക്കറിൽ ഗ്രീൻ പീസ് എല്ലാം വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ ചായ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുക്കർ ഗ്യാസിലോട്ട് വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചായയൊക്കെ തിളച്ചു. രാവിലെ എനിക്ക് ചായ മസ്റ്റാണ്. ഒത്തിരി ചായ കുടിക്കത്തില്ല, ഒരു ഗ്ലാസ് ഫുള്ളൊന്നും ഇല്ല, അര ഗ്ലാസ് മതി. പക്ഷേ രാവിലെ വേണം ഒരു ഗ്ലാസ് ചായ എനിക്ക്. അപ്പം അങ്ങനെ ചായയൊക്കെ തിളച്ചു. കുക്കറിനകത്ത് ഗ്രീൻ പീസും 2-3 ക്യാരറ്റും ഉപ്പും പച്ചമുളകും ഇട്ട് വേവിക്കാൻ വെച്ചാണ്. അതിൽ ഒരു 4-5 വിസിലടിക്കണം. ഇന്നലെ രാത്രി ഞാൻ കുതിർക്കാൻ വെച്ചായിരുന്നു ഗ്രീൻ പീസ്. എങ്കിൽ പോലും വേവാൻ സമയമെടുക്കും. പിന്നെ മക്കൾക്ക് സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ലഞ്ചിന് കൊടുത്തു വിടാനും ഗ്രീൻ പീസും ചപ്പാത്തി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസ് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആട്ട കുഴച്ചില്ല. ഞാൻ വിചാരിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് നമുക്ക് ആട്ട കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും മോളും കൂടെ ചായ കുടിക്കുവാണ്. പിന്നെ ഇത് കണ്ട കിളികൾ, ഞങ്ങളുടെ ഹണിയുടെ ചോറ് അവിടെ നിന്ന് കഴിച്ചില്ല. അപ്പോൾ അത് ഞാൻ കൊണ്ട് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അത് കിളികൾ അത് കൊത്തിപ്പൊക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പൊടിയരി കുറേ ഇട്ട് കൊടുത്തു, അതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വേണ്ട അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടം ഇവരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കിളികളും എന്നൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തതായിരുന്നില്ല ഇന്നത്തെ. അതെ, ഞാനും മോളും കൂടെ അക്ഷയ വരെ പോവാണ്. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്കൊന്നും. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി അക്ഷയ പോയി. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് മോള് പറഞ്ഞു, ഉച്ച സമയം ഒരു 1 മണിക്ക് ആയായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടെ ഒരു കടയിൽ കയറി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ചിവിടെ വന്ന് ഇറങ്ങി. അപ്പം ഇത് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ്, ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. അപ്പം ഇത് നമ്മുടെ ഹണിക്കുട്ടിയുടെ കരച്ചിൽ കേൾക്കാവേ. ഇത് ഞാനും മക്കളും വീട്ടിലാരും ഇല്ലെങ്കിൽ അവൾ കിടന്ന് ഭയങ്കര ബഹളമാണ്. വരുന്നിടം വരെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ സൗണ്ടാണ് കേൾക്കുന്നത്. വഴി കണ്ട മൊത്തം പോച്ചയെല്ലാം ഇങ്ങനെ കിളിച്ച് നിൽക്കുവാണ്, ചള്ളയൊക്കെ ആയിട്ട്. കണ്ട ആൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഗേറ്റിന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു സന്തോഷവും ബഹളമൊക്കെ കാണണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു.